പറഞ്ഞതെന്താന്നോ, ഈ പ്രേമം എന്ന് പറയുന്ന സംഭവം തന്നെ അങ്ങനെയാ. എല്ലാവരെയും ഭ്രാന്ത് പിടിപ്പിക്കും. ആളുകൾക്കൊന്നും തലയ്ക്ക് ഒരു വെളിവുമില്ലെന്നേ. മനസ്സിലാക്കി മറിഞ്ഞിട്ട് ഒരു ബോധവും കാണില്ല. അവർക്ക് വഴിതെറ്റി പോകുന്നത് പെട്ടെന്നായിരിക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അവരെങ്ങാനും ഒളിച്ചോടി പോയാലോ. നീ ഒരു കാര്യം ചെയ്, പ്രീതയ്ക്ക് ഫോൺ ചെയ്. എന്നിട്ട് പ്രീതയോട് പറ, അവൾക്ക് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ കോർട്ട് ഹൗസിലേക്ക് വാ, ഞാൻ അവിടെ വന്ന് സൈൻ ചെയ്തോളാമെന്ന്. വിറ്റ്നസ്. അത് മോളെ, ഞാൻ നേരത്തെ തന്നെ റെഡിയാ. അവരഥവാ അങ്ങനെ എങ്ങാനും പോവുകയാണെങ്കിൽ എന്നോട് പറയണേ, ഞാൻ അവർക്ക് നല്ല നല്ല ആഹാരം ഉണ്ടാക്കി തന്നുവിടാം. നിങ്ങളൊക്കെ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? നിങ്ങൾ പ്രീത കിരണിന്റെ കൂടെ ഒളിച്ചോടി പോയ പോലെയാണല്ലോ പറയുന്നേ. കോർട്ടിൽ വെച്ച് കല്യാണം കഴിപ്പിക്കേണ്ടി വരുന്നൊക്കെ. എനിക്ക് അങ്ങനെയൊന്നും കല്യാണം കഴിപ്പിക്കണ്ട. എനിക്ക് പ്രീതയെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിക്കണം. എന്റെ മകളുടെ കല്യാണം നന്നായി തന്നെ നടക്കണം. മാന്യമായ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം. പിന്നെ പ്രീതയ്ക്ക് കിരണിനെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് എന്താ പ്രോബ്ലം ഇരിക്കുന്നേ? എനിക്കും കിരണിനെ ഇഷ്ടമാണല്ലോ. നോക്ക് മുത്തശ്ശി, ചെറിയ കാര്യത്തിന് കരയാൻ തുടങ്ങിക്കോളും ഈ അമ്മ. സരള, ഇന്നത്തെ ദിവസം വളരെ നല്ലതാ. തിങ്കളാഴ്ച വ്രതമാ. നീ ഒരു കാര്യം ചെയ്, നമ്പ്യാർ ഹൗസിലേക്ക് ചെല്ല്. എന്നിട്ട് രാധികയുമായി പ്രീതയുടെ കാര്യം ഒന്ന് സംസാരിക്കും. അമ്മേ, അമ്മ പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ ഇപ്പൊ തന്നെ നമ്പ്യാർ ഹൗസിലേക്ക് ചെല്ലാം. എന്നിട്ട് രാധികയോട് കിരണിന്റെ പ്രീതയുടെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കും. ഞാൻ വരുന്നു, പ്ലീസ് പ്ലീസ് പ്ലീസ്, എന്നെ കൂടെ കൊണ്ടുപോവോ? നീ എന്റെ കൂടെ വരണ്ട. നിനക്ക് നിന്റെ നാവ് കൺട്രോൾ ചെയ്യാനേ അറിയില്ല. വാ തുറന്ന് വലുതും പറഞ്ഞു പോയാൽ പിന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവാൻ സാധ്യതയുണ്ട്. എന്റെ അമ്മയുടെ സ്നേഹം നിറഞ്ഞ മനസ്സ് ഇത്ര കഠിനമായത് എങ്ങനെയാ? എനിക്ക് ഇത്രയും വലിയ ശിക്ഷ തരാനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ അമ്മയുടെ കൂടെ കൊണ്ടുപോകാത്ത എന്താ? ഇന്ന് എന്നെ അമ്മയുടെ കൂടെ കൊണ്ടുപോയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ ഈ വീടിന്റെ ഭിത്തിയിലെല്ലാം തല ഇടിച്ചിടിച്ചിടിച്ച് ചോര ഒളിപ്പിക്കും ഞാൻ. പിന്നെ ഒരു കാര്യം ഓർത്ത് വെച്ചോ അമ്മ, എന്റെ സിരകളിലെ ചോരയുടെ കളറും അമ്മയുടെ ചോരയുടെ കളറും ഒന്ന് തന്നെയാ. മതി മതി മതി. എന്ത് നാടകമ്മേ കളിക്കുന്നേ? ശരി, നീ പോരെന്റെ കൂടെ. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്നാലുണ്ടല്ലോ വാ തുറന്നു പോരുത്. എന്ത് പറയാനാണെങ്കിൽ ഞാൻ പറയും, നീ മിണ്ടരുത്. ഐ സ്വെയർ, ഞാൻ ഒന്നും മിണ്ടത്തില്ല. എന്റെ വാ ഞാൻ പൂട്ടി വെച്ചോളാം. ശരി, ഞാൻ ഡെഫിനറ്റ്ലി സംസാരിക്കും. ഞാൻ അത്ര നാണകുണിയൊന്നും അല്ലല്ലോ. 2 കമന്റ് പറഞ്ഞാൽ ഇപ്പൊ എന്താ? ഇതായിരുന്നു ചന്ദ്രായണ വ്രതത്തിന്റെ കഥ. ഇനി നമുക്ക് ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം ആരംഭിക്കാം. ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, അഥവാ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ഈ വ്രതം എടുത്തിരിക്കുന്നത്, അവരുടെ ദീർഘായുസിനു വേണ്ടി, ദേവിയുടെ ആശീർവാദത്തിനു വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ആശ, ഒരുപാട് നന്ദിയുണ്ട്. എത്ര വർഷങ്ങളായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഈ പുരാണം വായിക്കുന്നു. ഓരോ വർഷവും കൂടുതൽ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുക. നിങ്ങളുടെ ശ്രദ്ധയും ഭക്തിയും ഞങ്ങൾക്കൊരു പ്രചോദനമാണ് എപ്പോഴും. താങ്ക് യു സോ മച്ച്. ആശ, ഇതെന്റെ അനന്തരവൾ കാർത്തിക. ഇതെന്റെ ഭാവി മരുമകൾ. ഇവര് രണ്ടുപേരും ആദ്യമായിട്ട് ഇത്രയും ശ്രദ്ധയോടെ തിങ്കളാഴ്ച വ്രതം നോക്കുന്നത്. ഇവർക്ക് നിങ്ങൾ ആശീർവാദം കൊടുത്താലും. ഷേളി, ഷേളിൻ, എന്താ കാര്യം മോളെ? ആരെയാ നീ നോക്കുന്നത്? നീ ആരെയാണോ തേടുന്നത് അവരെ നിനക്കിപ്പോ കാണാൻ കഴിയില്ല. ചന്ദ്രോദയത്തിന് ശേഷമേ അവരെത്തൂ. എന്റെ മോളെ രോഹിത് അല്ലാതാരാ? നീ വേറെ ആരെങ്കിലും ആണോ തേടുന്നത്? അല്ലല്ല ആന്റി, ഞാൻ രോഹിത്തിനെ തന്നെ നോയിക്കൊണ്ടിരുന്നത്. ഇത്രയ്ക്ക് വെപ്രാളപ്പെടുവൊന്നും വേണ്ട, ഇപ്പൊ തന്നെ കാണാം. അവൻ വരുമെന്നാണല്ലോ പറഞ്ഞിരുന്നേ. ഇന്നുവരെ അവന്റെ വാക്കവൻ തെറ്റിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴായിരിക്കും വരുന്നേ? ഈ ഡെക്കറേഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഞാനാ ഇതൊക്കെ ചെയ്തത്. ലൈക്ക് ഡിഡ് നാ? എനിക്കറിയാമായിരുന്നു. എക്സ്ക്യൂസ് മീ. ഷർലിൻ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ?
ഇങ്ങനെ നിന്നാ ക്ഷീണിക്കും. പോകൂ, പോയി റെസ്റ്റ് എടുക്കും. ഓ ആന്റി, ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ. പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞില്ലേ? ഗോ. അല്ല പ്രീത, എനിക്ക് തോന്നുന്നത് അവൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനെ കാണുമെന്നാണ്. ഇവിടെ വെച്ച് എങ്ങനെ തന്നെ കാണാൻ പറ്റുന്നേ? ഇവളെന്തിനാ എനിക്ക് ഇവിടെ വന്നിരിക്കുന്നേ? നിനക്ക് മനസ്സിലായില്ലേ? അവൻ വരാൻ വേണ്ടി കാത്തിരിക്കുക, അല്ലാതെന്താ? ഇത്രയും സമയം സംസാരിക്കുന്ന കണ്ടില്ലേ? 100% ഇത് അവന്റെ കോള് തന്നെയാ. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്തേ പറ്റും. നമുക്ക് പോയി അവളുടെ ഫോൺ ചെക്ക് ചെയ്യണം. അതിൽ അവന്റെ മെസ്സേജ് ചെക്ക് ചെയ്യാൻ പറ്റും, നമ്പർ എടുക്കാൻ പറ്റും, അവളുടെ സീക്രട്ട് ലവറിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഐഡിയ. നമുക്ക് അവളുടെ ഫോണ് ചോദിച്ചു വാങ്ങുമല്ല, ആ ഫോണ് മോഷ്ടിക്കാ വേണ്ടത്. നീ ഒരു കാര്യം ചെയ്യാം, ഷെലിന്റെ അടുത്തേക്ക് ചെല്ല. എന്നിട്ട് നീ അവളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവളുടെ ശ്രദ്ധ തിരികെ. അപ്പൊ അവളെ ഡിസ്ട്രാക്ട് ആവും, അവളുടെ ശ്രദ്ധ ഫോണിൽ നിന്ന് മാറും. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ആ ഫോൺ എടുത്തോണ്ട് പോയിക്കോളാം. എന്നിട്ട് എല്ലാവരും നമുക്ക് ഡീറ്റെയിൽസ് കാണിക്കാം. Come on, ഇതിനേക്കാൾ നല്ല ഐഡിയ വേറെ ഇല്ല. ഞാൻ എന്താടി ഷെലിനോട് സംസാരിക്കാം? കൂടെ വാ. നിക്ക് പ്രീത. ഓക്കേ, ഇനി കിരൺ ഇങ്ങോട്ട് വന്ന് അവളോട് സംസാരിച്ച് ശ്രദ്ധ തിരിച്ചാൽ മതി. അവൻ എന്താ ഇതുവരെ വരാത്തെ? ഓക്കേ, ഇനി കിരൺ ഇങ്ങോട്ട് വന്ന് അവളോട് സംസാരിച്ച് ശ്രദ്ധ തിരിച്ചാൽ മതി. അവൻ എന്താ ഇതുവരെ വരാത്തെ? കിരൺ മോനെ, സോഫിയ ഇതുവരെ കണ്ടില്ലല്ലോ. അവൾ എവിടെയാ? മോം, അത് അവൾക്ക് വരാൻ സാധിക്കില്ല. ഐ മീൻ, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഷീസ് ഔട്ട് ഓഫ് ടൗൺ. ഓ, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ കരുതി അവൾ ഇന്ന് പൂജയിൽ പങ്കെടുക്കാൻ വരികയാണെങ്കിൽ എല്ലാവർക്കും അവളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാന്ന്. അത് സാരമില്ല മോം, നെക്സ്റ്റ് ടൈം ഞാൻ അവളെ വിളിച്ചോളാം. മോം, there is someone. ഓ മിസ്സിസ് മേനോൻ, സുഖമല്ലേ നിങ്ങൾക്ക്? ഹായ് ഷേർലിൻ. ഹായ്. നിനക്കെന്താ ഫീൽ ചെയ്യുന്നേ? ടയേർഡ്? സത്യം പറഞ്ഞ വിശന്നിട്ട് എന്റെ ആരോഗ്യം വരെ പോയി. ബട്ട് ഐ എം ഹാപ്പി. ഇതൊക്കെ രോഹിത്തിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഷേർലിൻ, നീ ഏട്ടന് വേണ്ടി ഇത്രയും സാക്രിഫൈസ് ചെയ്തല്ലേ? അപ്പൊ ഏട്ടനും തിരിച്ചെന്തെങ്കിലും, ഐ മീൻ ഗിഫ്റ്റ് ഓർ സംതിങ്? ഐ ഹാവ് നോ ഐഡിയ. ഐ എം ഷുവർ എന്തെങ്കിലും പ്ലാൻ കാണും. ഭാര്യയ്ക്കൊരു സർപ്രൈസ്. യാ മസ്റ്റ് ബി എ സർപ്രൈസ്. യെസ്. അവൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ? അത് ഉറപ്പായും അവളുടെ ബോയ് ഫ്രണ്ട് തന്നെ ആയിരിക്കും. ഇൻകമിംഗ് കോൾസ് ആദ്യം ചെക്ക് ചെയ്യാം. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഔട്ട് ഗോയിങ് ലിസ്റ്റിലും ഒന്നുമില്ല. ഇവിടെ എത്ര സൂത്രശാലിയാ. ഔട്ട് ഗോയിങ്ങും ഇൻകമിങ്ങും എല്ലാം ഡിലീറ്റ് ചെയ്തു. മെസ്സേജിലൊന്നും നോക്കാം. ഇതിൽ റീസെന്റ് മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ. അതിനർത്ഥം ആ പെരുങ്കള്ളി എല്ലാ മെസ്സേജും വായിച്ചിട്ട് ഡിലീറ്റ് ചെയ്തു എന്നല്ലേ? ഇതിന്ന് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അവള് ഫോൺ തിരക്കുന്നതിന് മുന്നേ ഇതെടുത്തെടുത്ത് തന്നെ തിരികെ കൊണ്ടുവയ്ക്കണം. ഇത് മെസ്സേജ് ആണല്ലോ, പ്രൈവറ്റ് നമ്പറിൽ നിന്നോ? ചിലപ്പോൾ അവൻ്റെ ആയിരിക്കും. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. എന്നെ കാത്തിരിക്കൂ സ്വീറ്റ്. നിന്റെ മുത്ത് വരുന്നുണ്ട്. ഇത് തന്നെയാ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആള്. ഓ, പ്രൈവറ്റ് നമ്പറാണ്. അപ്പൊ നമ്പർ കിട്ടാനും വഴിയില്ല.
പക്ഷെ കുഴപ്പമില്ല മിസ്റ്റർ, ഐ മീൻ ഷേർലിന്റെ മുത്തേ, എനിക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി നീ 15 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുമെന്ന്. ഇനി കണ്ടോ 15 മിനിറ്റ് ഷേർലിൻ, അത് കഴിഞ്ഞ നിന്റെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടും. എക്സ്ക്യൂസ് മീ. എന്റെ ഫോൺ ഞാൻ ഇവിടെയാണല്ലോ വെച്ചിരുന്നത്. ഷാലിൻ, നീ എന്താ നോക്കുന്നേ? ആന്റി, എന്റെ ഫോൺ കാണുന്നില്ല. ഫോൺ കാണുന്നില്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഹൗ റെസ്പോൺസിബിൾ ക്യാൻ യു ബി? അപ്പോ നിന്റെ ശ്രദ്ധ എവിടെയാ? ആന്റി, ഞാൻ ഇവിടെ തന്നെയാ വെച്ചിരുന്നത്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്ന ആന്റി, ഈ പ്രീത എന്റെ അടുത്ത് വന്നിരുന്നു. ഇനി ഇവളെങ്ങാനും എന്റെ ഫോൺ എടുത്തു കാണൂ. മന്ദബുദ്ധി, കയ്യില് ഫോൺ പിടിച്ച് നടക്കവളും. ഇവളെ അവര് കണ്ടുപിടിക്കുന്ന കാര്യം ഉറപ്പാ. ഇനി എന്ത് ചെയ്യും കിരൺ? പ്രീത, നീ എങ്ങോട്ടാ പോകുന്നേ? പിന്നെ നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നേ? കാണിക്കൂ. കിരൺ, സൂക്ഷിച്ച്. അയ്യാ, അതെ, ഞാൻ കാർപ്പറ്റ് തട്ടി തെന്നി വീഴാൻ പോയതാ. What happened? എന്റെ ഫോൺ കാണുന്നില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് ഈ പ്രീത തന്നെയാ മോഷ്ടിച്ചതെന്ന്. അതുകൊണ്ട് അവളുടെ കയ്യിൽ ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, പക്ഷേ ഇവളെന്തിനാ നിന്റെ ഫോൺ മോഷ്ടിക്കുന്നത്? ഐ മീൻ, ഇവളുടെ കയ്യിൽ ഫോൺ കാണുമല്ലോ, അതിൽ ഒന്ന് കോൾ ചെയ്ത് നോക്കിയാൽ മതി, റൈറ്റ്? പ്രീത, നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? നീ എന്താ കാണിക്കാത്തെ? സി, ഇത് ഇവളുടെ സ്വന്തം ഫോണല്ലേ? നീ അവിടെ ഇരുന്നേ, അവിടെ കാണും. നിക്ക്, ഞാൻ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ്. കിരൺ, അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവള് തന്നെ എന്റെ ഫോൺ എടുത്തത്. ഇവള് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അവള് പേടിക്കുന്നത്? അതെ, ഇത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ആരായാലും പേടിച്ചു പോവില്ലേ? ഇങ്ങനെ ചുറ്റും നിന്ന് ഒന്നിനു പിറകെ ഒന്നായി ചോദ്യം ചോദിച്ചാ. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ എന്റെ മേൽ ഇല്ലാത്ത കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങള് പോലീസ് ചോദ്യം ചെയ്യുന്നത് പോലെ എന്നോട് ചോദിച്ചാ ഞാൻ പേടിച്ചു പോവില്ലേ? Here it is, your phone. നീ വെറുതെ ഇവളെ സംശയിച്ചത്. ഇനി ഞാൻ ആ ഫോൺ അവിടെ വെച്ചെന്ന് നീ പറഞ്ഞേക്കല്ലേ? അഥവാ ഈ ഫോൺ കളഞ്ഞു പോയാലും പ്രശ്നമില്ല. ഏട്ടൻ നിനക്ക് പുതിയൊരു ഫോൺ ഗിഫ്റ്റ് തരില്ലേ? ഇനിയെങ്കിലും സൂക്ഷിച്ചു വെക്കൂ ആ ഫോൺ. പക്ഷെ നിനക്കറിയില്ല കിരൺ, ഇവൾ ചിലപ്പോ ഫോൺ മോഷ്ടിച്ചെന്നിരിക്കും. ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല. യാ. പ്രീത, ഇങ്ങോട്ടൊന്ന് വന്നേ മോളെ. വരുന്നു ആന്റി. നീ വന്നു അക്ഷയ് മോനെ, നന്നായി. നീ വന്നല്ലോ. വേണ്ട, അല്പം താമസിച്ചല്ലോ. ചന്ദ്രൻ ഉദിച്ചു പോയിരുന്നെങ്കിലോ? അങ്ങനെയൊന്നും ചന്ദ്രൻ ഉദിക്കില്ല. ഞാൻ എന്തായാലും കാർത്തികയെ വിശന്നിരിക്കാനാണ്. അത് കൊള്ളാം. നിനക്ക് അവളോട് അത്രയ്ക്ക് സ്നേഹമാണോ? ദേ കണ്ടോ, പേര് പറഞ്ഞില്ല. അതിനു മുമ്പ് അവൾ വന്നു കഴിഞ്ഞു. ദൈവത്തിന് നന്ദി, അക്ഷയ് വന്നല്ലോ. വാ മോളെ, നിന്റെ ഭാവി ഭർത്താവിന്റെ കാലിൽ തൊട്ട് തൊഴുതു. വേണ്ടമ്മാവ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ മോനെ, എത്ര സേവനം വേണമെങ്കിലും ചെയ്തോളൂ. പിന്നെ ഇതിന് അവസരം കിട്ടിയത് വരില്ല. ഞാൻ വരാൻ കേട്ടോ. അക്ഷയ്, അക്ഷയ്, ഐ എം റിയലി സോറി. ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ശരി, ഇനി മുതൽ നീ എന്നോട് മറ്റുള്ള ആണുങ്ങളെ പുകഴ്ത്തി സംസാരിക്കരുത്. നീ ഫോൺ കണ്ടായിരുന്നോ? എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? എന്തെങ്കിലും കണ്ടോ പ്രീത? അത് ആരായിരുന്നു? എപ്പോഴെങ്കിലും വീട്ടിൽ വന്ന ആളാണോ? ഈ പാർട്ടിയിൽ വന്നിരുന്നോ? ഇവളോട്ട് അവൻ എന്താ ബന്ധം? പറയ്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, നിന്റെ ട്രെയിൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ. നിന്റെ വാന്റെ AK-47 ആണോ? ഒന്നിന് പറയൂ ഒന്നേ ചോദ്യം ചോദിക്കാൻ. എനിക്കും എന്തെങ്കിലും പറയാൻ ഒരു ഗ്യാപ്പ് തന്നെ. ഞാൻ അവളുടെ ഫോൺ കണ്ടു, പക്ഷേ അതില് ഫോട്ടോയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രൈവറ്റ് നമ്പർ ആയതുകൊണ്ട് നമ്പറും കിട്ടിയില്ല.
ഓ നോ പ്രീത, അതിനർത്ഥം നമ്മുടെ പ്രയത്നങ്ങൾ വീണ്ടും വെള്ളത്തിലായിന്നാ? ആ ഓ, ഇതൊരു വലിയ തലവേദന കേസായി പോയി. അത്ര ഭാഗ്യം കിട്ടവരൊന്നും അല്ല. എനിക്ക് വേറൊരു കാര്യം അറിയാൻ What? അവന്റെ നമ്പറാണോ? നമ്പർ പ്രൈവറ്റ് ആയിരുന്നില്ല, പിന്നെ എങ്ങനെ അറിയാനാ? നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആള് ഇവിടെ 15 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അല്ല, നീ എങ്ങനെ അറിഞ്ഞത്? അത് ഷേർലിന്റെ ഫോണിന്റെ കയ്യിലിരുന്നപ്പോഴാണ് മെസ്സേജ് വന്നത്. അത് അവന്റെ മെസ്സേജ് ആയിരുന്നു. അത് അവന്റെ മെസ്സേജ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? അതെ, അത് അവന്റെ മെസ്സേജ് തന്നെ ആയിരുന്നു. അതിൽ എഴുതിയിരുന്നത് 15 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ എത്തും, എന്നെ കാത്തിരിക്കുക സ്വീറ്റു, നിന്റെ മുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുപോലുള്ള സ്പെഷ്യൽ മെസ്സേജ് ബോയ് ഫ്രണ്ട്സ് അല്ലേ അയക്കൂ. ഒരു മിനിറ്റ്, നിനക്കെങ്ങനെ അറിയാം പ്രീത ഇതൊരു സ്പെഷ്യൽ മെസ്സേജ് ആണെന്ന്? ഇങ്ങനെ സ്പെഷ്യലായാണ് വിളിക്കാറെന്ന്? അല്ല, നിന്നെ ആരെങ്കിലും മുത്തേ, പൊന്നെ, ചക്കരെ, സ്വീറ്റ് ഹാർട്ട്, കരളെന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ? നീ എപ്പോഴാ ഇത്തരം മെസ്സേജസിന്റെ എക്സ്പെർട്ട് ആയത്? ഓ ഹലോ, നമ്മൾ ഇവിടെ ഷേർലിന്റെ രഹസ്യം അന്വേഷിക്കാൻ ഈ പരിശ്രമിക്കുന്നത്. നമ്മുടെ കാര്യവിവരം അന്വേഷിക്കലല്ല. വെറുതെ എന്നോട് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക. ആദ്യം ഷേർലിന്റെ കേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്ക്, വെറുതെ എന്റെ പിന്നാലെ നടക്കാതെ. പ്രീത, ഞാൻ പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നീ അല്ലേ ഇപ്പൊ പറഞ്ഞ 15 മിനിറ്റ് ഉണ്ടെന്ന്? 15 മിനിറ്റിനുള്ളിൽ എല്ലാം അറിയാൻ കഴിയും, എല്ലാം സത്യം പുറത്തു വരുന്നൊക്കെ. ഞാൻ ഉറപ്പ് തരാം, ഈ തവണ ഷേർലിൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ നിന്നോടൊരു സിമ്പിൾ ചോദ്യമല്ലേ ചോദിച്ചത്? നിന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും മുത്തേ പൊന്നെന്നങ്ങനെ വിളിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിച്ച എന്താന്ന് വെച്ചാൽ നിനക്കത് ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി തരാലോ. അല്ലാതെ ഇങ്ങനെ വെറുതെ നെറ്റി ചൊളിച്ച് ചുറ്റി വളച്ചൊക്കെ എന്നോട് അതും ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ? അതുകൊണ്ട് ചോദിച്ചതാ. You know what? വിട്. അല്ല, ഐ ലവ് യു മുത്തേ. ഇത് ചോദിച്ചിട്ട് എന്നാ കാര്യം? സൃഷ്ടി, ഇവിടെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടല്ലോ. ആ അമ്മ, പക്ഷേ ഈ വീട്ടിലെ ഡെക്കറേഷൻ ഒന്നും ഞാനല്ലല്ലോ ചെയ്തത്. ഇവിടെ ഇന്ന് പാർട്ടി നടക്കുന്നുണ്ടെന്ന് പോലും ആരും എന്നോട് പറഞ്ഞില്ല. ഇനിയിപ്പോ ഇവരെന്നെ ജോലിന്ന് പിരിച്ചു വിട്ടോ? അമ്മ, ഒരിക്കലും ഇല്ല. മുത്തശ്ശി നമസ്കാരം. സുഖാണോ? നമസ്കാരം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കെന്തോ എന്നോട് പിണക്കമുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ എന്നെ കാണാൻ വരുമായിരുന്നില്ലേ? എന്നോട് പിണക്കമുണ്ടായിട്ടല്ലേ? ഇല്ലമ്മേ, അങ്ങനെ ഒരു കാര്യമില്ല. എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല. അതെ, പിണങ്ങാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഈ കുടുംബത്തിലുള്ളവർക്ക് പിണക്കം മാറ്റാൻ കടമയുണ്ട്. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ദേഷ്യപ്പെടുന്നതായിട്ടൊന്ന് അഭിനയിക്കും, അപ്പൊ എല്ലാവരും വന്ന് നിങ്ങളോട് മാപ്പ് പറഞ്ഞോളും. അല്ല, നിങ്ങൾ എന്തിനെങ്കിലും വിഷമിക്കുന്നത്? ഇത് ചെറിയൊരു ഫംഗ്ഷനാ, തിങ്കളാഴ്ച വ്രതത്തിന്റെ. ഇത് കവിതയുടെ സ്വന്തം ഡെക്കറേഷനാ. ആണോ? ആഹാ, അപ്പൊ സ്വന്തമായിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചതാണ് കവിത മാഡം. എന്റെ ആവശ്യമില്ല പോലും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്.